ഹലോ സ്റ്റുഡൻസ്, നമ്മൾ യൂണിറ്റ് 2 പോവുകയാണ്. യൂണിറ്റ് 4 സ്കിപ്പ് ചെയ്തിട്ട് യൂണിറ്റ് 2 പോവുകയാണ്. യൂണിറ്റ് 2 വളരെ എളുപ്പമാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് സെക്കൻഡ് യൂണിറ്റ്. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ് എന്നാണ് ആ ടോപ്പിക്ക്. വളരെ എളുപ്പമാണ്. അധികം ഫോമുലയൊന്നും ഇതിനകത്ത് കാണാൻ പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ഡിറ്റർമിനൻറ്റിൻ്റെ ഇവാലുവേഷനും ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ടെക്നിക്കും മാത്രം അറിഞ്ഞിരുന്നാൽ നമുക്ക് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സിലെ ഫുൾ മാർക്സ് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ വരച്ചിരിക്കുന്നത് എക്സ് ഡാഷ് എക്സ് വൈ വൈ ഡാഷ് എക്സ് ഡാഷ് എക്സ്, ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് O. ഇതിന് എക്സ് ആക്സിസ് എന്നാണ് നമ്മൾ പറയുന്നത് ജിയോമെട്രിയിൽ. ഇതിന് വൈ ഡാഷിന് വൈ ആക്സിസ് എന്നും പറയും. ഈ ലൈൻ എ ബി വരച്ചിട്ടുണ്ട്, ലൈൻ സി ഡി വരച്ചിട്ടുണ്ട്. ലൈൻ എ ബി എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലാണ്, ലൈൻ സി ഡി എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലാണ്. എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻസിന് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് എന്നാണ് പറയുന്നത്. ലൈൻസ് പാരലൽ ടു എക്സ് ആക്സിസ്, അതിനാണ് ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറയുന്നത്. അടുത്ത ലൈൻ നോക്കുക, ഇ എഫ് എന്ന ലൈൻ, ജി കെ എന്ന് പറയുന്ന ലൈൻ. ഈ ഇ എഫ് എന്ന് പറയുന്ന ലൈൻ വൈ ആക്സിസിന് പാരലാണ്. അതുപോലെ ജി കെ എന്ന് പറയുന്ന ലൈൻ വൈ ആക്സിസിന് പാരലാണ്. വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻസിന് നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, വെർട്ടിക്കൽ ലൈൻസ് എന്താണെന്ന് മനസ്സിലായി കാണും. അടുത്ത ശ്രദ്ധിക്കുക, ഇവിടെ കുറച്ച് ബോക്സസ് ഉണ്ട്. ഇതൊരു ബോക്സാണ്, ഇതൊരു ബോക്സാണ്, ഇതൊരു ബോക്സാണ്, ഇതൊരു ബോക്സാണ്. ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത് ഇതിൽ നമ്പേഴ്സ്, ഇതിൽ നമ്പേഴ്സ്, ഇതിൽ നമ്പേഴ്സ്, ഇതിൽ ആൽഫബറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ 4 ബോക്സ് ഉണ്ട്. ഈ 4 ബോക്സിൻ്റെ അകത്ത് ആദ്യത്തെ 3 ബോക്സിനകത്ത് നമ്പേഴ്സും 4ാമത്തെ ബോക്സിൽ നമ്മൾ ആൽഫബറ്റ്സുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് ബോക്സ് ഫില്ല് ചെയ്യാനായിട്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ ബോക്സ് ശ്രദ്ധിക്കുക, 1 2 3. ആ 1 2 3ൽ ഞാൻ ലൈൻ വരച്ചു. 4 5 6 4 5 6ൽ 4 5 6 നമ്പേഴ്സിന് മേളിൽ കൂടി ഞാൻ ലൈൻ വരച്ചു. അപ്പോൾ ഇത് കാണപ്പം തന്നെ അറിയാം ഹൊറിസോണ്ടൽ ലൈൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഈ 1 4ൻ്റെ മേളിൽ കൂടെ ഞാൻ ലൈൻ വരച്ചു, 2 5ൻ്റെ മേളിൽ കൂടെ ലൈൻ വരച്ചു, 3 6ൻ്റെ മേളിൽ കൂടെ ലൈൻ വരച്ചു. അപ്പോൾ ഈ ലൈൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് വെർട്ടിക്കൽ ലൈൻസ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഈ ബോക്സിലുള്ള നമ്പേഴ്സിനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഇതാണ്, ഹൊറിസോണ്ടൽ, ഇത് ഹൊറിസോണ്ടൽ, ഇത് ഹൊറിസോണ്ടൽ. അപ്പോൾ ഈ നമ്പേഴ്സിനെ ഹൊറിസോണ്ടലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് പറയാം -1 3 4ൽ കൂടെ ലൈൻ വരച്ചു, 2 4 6ൽ കൂടെ ലൈൻ വരച്ചു. അപ്പോൾ അതെന്താണ്, അത് വെർട്ടിക്കൽ ലൈൻസ് ആണ്. അപ്പോൾ 2ാമത്തെ ബോക്സിലെ നമ്പേഴ്സിനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബോക്സ്, 2ാമത്തെ ബോക്സിലുള്ള നമ്പേഴ്സിനെ നമ്മൾ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത 3ാമത്തെ ബോക്സ് നോക്കാം. -1 2ൻ്റെ മേളിൽ കൂടെ ലൈൻ വരച്ചു, -2 4ൻ്റെ മേളിൽ കൂടെ ലൈൻ വരച്ചു, അതിന് ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറയും. -1 2 ഇതിൻ്റെ മേളിൽ കൂടെ ലൈൻ വരച്ച്, ഇതിൻ്റെ മേളിൽ കൂടെ ലൈൻ വരച്ചു. അപ്പോൾ എന്ന് പറയാം വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറയാം. അപ്പോൾ ഈ നമ്പേഴ്സിനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിലുള്ള ആൽഫബറ്റ്സിനെ നമ്മൾ ഹൊറിസോണ്ടൽ, ABC ഹൊറിസോണ്ടൽ ലൈൻ, DEF ഹൊറിസോണ്ടൽ ലൈൻ, GHJ ഹൊറിസോണ്ടൽ ലൈൻ, ADG ഇതൊരു ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ, ഇത് വെർട്ടിക്കൽ ലൈൻ, ഇത് വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ ഈ ആൽഫബറ്റ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ റോ എന്ന് വിളിക്കും. അപ്പോൾ ഇതിന് റോ എന്ന് വിളിക്കും. അതായത് ഹൊറിസോണ്ടലായിട്ടുള്ള ആ ലൈനിന് നമ്മൾ റോ എന്ന് പറയും, വെർട്ടിക്കലായിട്ടുള്ള ലൈനിന് നമ്മൾ കോളം എന്ന് പറയും. ഇത് കോളം, ഇത് കോളം, ഇത് കോളം. ഇവിടെ ഇത് റോ, ഇത് റോ, ഇത് റോ, ഇത് കോളം, ഇത് കോളം. അപ്പം
ഈ നമ്പേഴ്സ് നമ്മൾ റോ ആയിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് തന്നെ റോ ആയിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഈ നമ്പേഴ്സ്, ഈ ആൽഫബറ്റ്സിനെ നമ്മൾ റോ ആയിട്ടും കോളമായിട്ടുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോക്സിലുള്ള നമ്പേഴ്സിനെ നമ്മൾ റോ ആയിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ അറേഞ്ചിന് പറയുന്ന പേരാണ് മെട്രിക്സ്. അപ്പോൾ എന്താണ് മെട്രിക്സ്? മെട്രിക്സ് എന്ന് പറയുന്നത്, ഈ ഷേപ്പ് എന്ന് പറയുന്നത്, ഇത് റെക്റ്റാങ്കുലർ ഷേപ്പാണ്, ഇത് റെക്റ്റാങ്കുലർ ഷേപ്പാണ്, ഇത് സ്ക്വയർ ഷേപ്പാണ്, ഇത് സ്ക്വയർ ഷേപ്പാണ്. എന്തുകൊണ്ടാണ്? ഇത് ഇവിടെ റോയും കോളത്തിൻ്റെ എണ്ണം വ്യത്യാസമുള്ളതുകൊണ്ട് അതിൻ്റെ ഈ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കുന്നത്. ഇത് ഷേപ്പ് എന്താ? സ്ക്വയർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഈ ഷേപ്പും സ്ക്വയർ ഷേപ്പിലാണ്. അപ്പോൾ നമ്മൾ ഈ നമ്പർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ഷേപ്പിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിൽ. ജനറലായിട്ട് നമുക്ക് എന്ത് പറയാം? റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയാം. റെക്റ്റാങ്കുലർ ആദ്യത്തെ 3 എണ്ണത്തിനകത്ത് റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സാണ്. ആ നമ്പേഴ്സിനെ നമ്മൾ റോ ആയിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻറ്റു റോസ് ആൻഡ് കോളംസ്, അതിന് പറയുന്ന പേരാണ് മെട്രിക്സ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന 4 എണ്ണവും 4 ബോക്സിനെയും നമ്മൾ എന്ത് പറയും? മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ മെട്രിക്സ് ഇസ് ദി റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഓബ്ജക്ട്സ് ഇൻറ്റു റോസ് ആൻഡ് കോളംസ്. അപ്പം കുറേ നമ്പേഴ്സിനെ റോ ആയിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരാണ് മെട്രിക്സ്. അപ്പോൾ 4 മെട്രിക്സസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മെട്രിക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മെട്രിക്സ് ഇസ് എ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻറ്റു റോസ് ആൻഡ് കോളം. ഇവിടെ എഴുതിയേക്കുന്ന എ എന്നുള്ളത്, ബി എന്നുള്ളത്, സി എന്നുള്ളത്, ഡി എന്നുള്ളതൊക്കെ മെട്രിക്സസ് ആണ്. എന്തുകൊണ്ടാണ്? ഇതിനൊക്കെ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻ്റ് ആണ്. അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ 3 എണ്ണത്തിനകത്ത് നമ്പേഴ്സാണ്, 4ാമത്തേതിനകത്ത് ആൽഫബറ്റ്സ് ആണ്. ഈ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് റോ ആണ്, കോളമാണ്. അപ്പോൾ റോ ആയിട്ടും കോളമായിട്ടാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് 4 മെട്രിക്സസ് ആണ്. ഇനി നോക്കാം. ഫസ്റ്റ് മെട്രിക്സ് എ എടുക്കുക. ആ ഫസ്റ്റ് മെട്രിക്സിൽ എയിൽ എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ടെന്ന് നോക്കണം. ഈ 3, 4, 5 നമ്മൾ റോ എന്നാണ് വിളിക്കുന്നത്. റോ 1, 6 2 3 അടുത്ത റോ, രണ്ടാമത്തെ റോ, അത് റോ 2 എന്ന് വിളിക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ മെട്രിക്സിൽ 2 റോ ഉണ്ട്. ഇനി എത്ര കോളം ഉണ്ടെന്ന് നോക്കാം. ഇത് കോളമാണ്, കോളം 1. ഇത് കോളമാണ്, കോളം 2. ഇത് കോളമാണ്, കോളം 3. അങ്ങനെ 2 റോയും 3 കോളവും ഉള്ളൊരു മെട്രിക്സ് ആണ് ഇതിന്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം: 2 റോ 3 കോളം. 2/3 എന്ന് വായിക്കും. 2/3 മെട്രിക്സ് എന്ന് വായിക്കും. 2 റോയും 3 കോളവും ഉള്ള മെട്രിക്സ് ആണ് എ. അടുത്ത ബി എന്നുള്ള മെട്രിക്സ് നോക്കുക. ബി എന്നുള്ള മെട്രിക്സിൽ ഇത് റോയാണ്, ഇത് റോയാണ്, ഇത് റോയാണ്. അങ്ങനെ 3 റോ വരും. കോളം, ഇത് കോളമാണ്, ഇതും കോളമാണ്. അപ്പോൾ 2 കോളവും 3 റോയും. 3 റോ, ആദ്യം റോ എഴുതണം. 3 റോ ഇൻറ്റു 2 കോളം, വായിക്കുന്നത് 3/2. 3 റോസ് ആൻഡ് 2 കോളംസ് എന്ന് പറയും. ഈ സി എന്നുള്ള മെട്രിക്സ് നോക്കുക. ഇതിൽ റോ 1, ഇത് റോ 2, 2 റോ. അടുത്തത് ഇവിടെ 3 കോളം, സോറി 2 കോളം, C1 C2. അപ്പോൾ 2 റോയും 2 കോളവും, 2 റോയും 2 കോളം. ഇവിടെ ആണെങ്കിൽ 1 2 3, 3 റോ, 1 2 3, 3 കോളം, 3/3 എന്ന് വായിക്കും. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിൽ നമ്പർ ഓഫ് റോസ് 2, നമ്പർ ഓഫ് കോളംസ് 3. ഇതിന് പറയുന്ന പേരാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. അപ്പോൾ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ രണ്ടാമത്തെ മെട്രിക്സ് ബിയുടെ ഓർഡർ 3/2 ആണ്, 3 × 2 മെട്രിക്സ്. മൂന്നാമത്തെ മെട്രിക്സ് സിയുടെ ഓർഡർ 2 റോസ് 2 കോളംസ്, 2/2 മെട്രിക്സ്. ഇതാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഡി എന്നുള്ള മെട്രിക്സിൻ്റെ ഓർഡർ 3/3, 3 റോയും 3 കോളവും. അപ്പോൾ 3 റോയും 3 കോളവും. അപ്പോൾ ഇതാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. അപ്പോൾ ഓർഡർ ഓഫ് എ മെട്രിക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. ഇതിൽ സി എന്ന് പറയുന്ന മെട്രിക്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. സി എന്നുള്ള മെട്രിക്സിൽ റോയും കോളവും സെയിം ആണ്. ഡി എന്നുള്ള മെട്രിക്സിലും റോയും കോളവും സെയിം ആണ്. റോയും കോളവും സെയിം ആയിട്ട് വരുന്ന മെട്രിക്സിന് പറയുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, ഡി എന്ന് പറയുന്നത് മറ്റൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇവിടെ 2 മെട്രിക്സസ് തന്നിട്ടുണ്ട്. ഒരു മെട്രിക്സ് എ, അടുത്ത മെട്രിക്സ് ബി. ഇത് മെട്രിക്സ് എന്ന് പറയാനുള്ള കാരണമൊക്കെ നിങ്ങൾക്കറിയാം. ഇതിന് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റോ ആയിട്ടും കോളമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് എയും ബിയും നമ്മൾ മെട്രിക്സസ് എന്നൊക്കെ പറയും, മെട്രിക്സ് എന്ന് നമ്മൾ പറയും. അടുത്തത് എ എന്നുള്ള മെട്രിക്സിന് പ്രത്യേകതയുണ്ട്. അതിൻ്റെ റോ എത്ര ഉണ്ട്? 3 റോയാണുള്ളത്. നോക്കപ്പം തന്നെ അറിയാം 3 റോയാണ്, 3 കോളമാണ്. അപ്പോൾ 3/3 മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് 3 റോയും 3 കോളവുമാണ്. അത് 3/3 മെട്രിക്സ് ആണ്. ഇത് രണ്ടും സ്ക്വയർ മെട്രിക്സസ് ആണ്. അപ്പോൾ എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, ബി ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ 1 കണ്ടല്ലോ, ഈ ലെഫ്റ്റിലാണ് കിടക്കുന്നത്, ലെഫ്റ്റ് ടോപ്പിൽ കിടക്കുന്ന നമ്പർ ആവാൻ. ഈ 4 എന്ന് പറയുന്നത് റൈറ്റ് ബോട്ടം. ഈ 2 നമ്പേഴ്സും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക, ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ എന്താ, ഈ കോണോട് കോണ് ഉള്ള നമ്പേഴ്സിനെയൊക്കെ ലൈൻ വെച്ച് അങ്ങ് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഡയഗണൽ ഓഫ് ദി മെട്രിക്സ് എന്ന് പറയും. ഈ 1, 2, 4ന് ഡയഗണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇനി ആ ഡയഗണലിൻ്റെ താഴോട്ട് ലോവർ പോർഷൻ എല്ലാം 0 ആണ്. അപ്പർ പോർഷൻ ആണ് നമ്പേഴ്സ് ഉള്ളത്, ലോവർ പോർഷനിലെല്ലാം 0 ആണ്. ഇത് അപ്പോൾ അപ്പർ പോർഷൻ മാത്രമേ ഉള്ളൂ, ലോവർ പോർഷൻ 0 ആണ്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ എന്താ, ഒരു സ്ക്വയർ മെട്രിക്സിനെ എപ്പോഴാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്? ഒരു സ്ക്വയർ മെട്രിക്സിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ മെയിൻ ഡയഗണൽ, ഇതിന് മെയിൻ ഡയഗണൽ എന്നാണ് പറയുന്നത്. മെയിൻ ഡയഗണലിൻ്റെ ലോവർ പോർഷൻ 0 ആയിരിക്കണം, അപ്പർ പോർഷൻ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ മെട്രിക്സ് നോക്കൂ. ആദ്യം ഡയഗണൽ വരയ്ക്കുക, മെയിൻ ഡയഗണൽ. ഇതാണ് മെയിൻ ഡയഗണൽ. ഈ മെയിൻ ഡയഗണലിൻ്റെ മേളിലോട്ടുള്ള പോർഷൻ ഫുള്ളായിട്ട് 0 ആണ്. മെയിൻ ഡയഗണലിൻ്റെ മേലോട്ടുള്ള പോർഷൻ 0 ആണ്. അപ്പോൾ ലോവർ പോർഷനിൽ മാത്രമേ മെട്രിക്സ് ഉള്ളൂ. ഇതിന് പറയുന്ന പേരാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഒരു സ്ക്വയർ മെട്രിക്സ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ ഡയഗണലിൻ്റെ മേളിലോട്ടുള്ള പോർഷൻ 0 ആയിരിക്കണം. അപ്പർ ട്രയാങ്കിൾ ആവാനുള്ള കണ്ടീഷൻ ലോവർ പോർഷൻ 0 ആവണം. അപ്പം അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ എ എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്നുള്ള മെട്രിക്സിൽ ആദ്യം ഡയഗണൽ വരയ്ക്കുക, മെയിൻ ഡയഗണൽ. ഇതാണ് മെയിൻ ഡയഗണൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ മെയിൻ ഡയഗണലിൻ്റെ മേലോട്ടുള്ള പോർഷൻ 0 ആണ്, താഴോട്ടുള്ള പോർഷൻ 0 ആണ്. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആണ്. അങ്ങനെയുള്ള മെട്രിക്സിന് പറയുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യും, ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം 0. അല്ലെങ്കിൽ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ മേളിലോട്ടുള്ള എലമെൻറ്റ്സ് 0, താഴോട്ടുള്ള എലമെൻറ്റ്സ് 0. അപ്പോൾ ഇതാണ് ഡയഗണൽ മെട്രിക്സിന് എക്സാമ്പിൾ. രണ്ടാമത്തെ ബി നോക്കുക. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം 0 ആണ്. പക്ഷേ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആണ്. ഏതാണ്? കെ. അപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആകുമ്പോൾ അതിന് പറയുന്ന പേരാണ് സ്കേലാർ മെട്രിക്സ്. അപ്പോൾ ഇതൊരു സ്കേലാർ മെട്രിക്സ് ആണ്. അപ്പോൾ സ്കേലാർ മെട്രിക്സ് ആവുള്ള കണ്ടീഷൻ സ്ക്വയർ മെട്രിക്സ്. ഫസ്റ്റ് കണ്ടീഷൻ അതിൻ്റെ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ആ സ്ക്വയർ മെട്രിക്സിൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആയിരിക്കണം, ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കണം. ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആയിരിക്കണം. അതായത് കെ അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 എല്ലാം സെയിം ആയിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ കെ എന്ന് എഴുതി. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0, ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം, ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം 0. അങ്ങനെയുള്ള മെട്രിക്സ് എന്ന് പറയുന്ന പേരാണ് സ്കേലാർ മെട്രിക്സ്. അടുത്ത 2 മെട്രിക്സസ് തന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് മെട്രിക്സ്, ഇതാണ് സെക്കൻഡ് മെട്രിക്സ്. ഈ ഫസ്റ്റ് മെട്രിക്സിൽ ഡയഗണലിൻ്റെ മേലോട്ടും താഴോട്ടും 0. അപ്പോൾ ഇത് അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഇതിനെ സ്കേലാർ മെട്രിക്സ് എന്നാണ് പറയുന്നത്. ഇതൊരു സ്കേലാർ മെട്രിക്സ് ആണ്. അപ്പോൾ ഇതും ഒരു സ്കേലാർ മെട്രിക്സ് ആണ്. എന്തുകൊണ്ടാണ്? ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആണ്, സ്കേലാർ മെട്രിക്സ് ആണ്. ഇത് പർട്ടിക്കുലർ ആയിട്ട് ഡയഗണൽ മെട്രിക്സ് സെയിം ആണ്, അതിന് പുറമെ ഇവിടെ 1 ആണ്. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആണെങ്കിൽ
എന്ത് പറയും? സ്കേലാർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓർ യൂണിറ്റ് മെട്രിക്സ്. യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പം യൂണിറ്റ് മെട്രിക്സിൻ്റെ ഡെഫിനേഷൻ ഇതാണ്. ഇറ്റ്സ് എ സ്കേലാർ മെട്രിക്സ് ഇൻ വിച്ച് all elements are equal to all scalar elements are equal to unity. All diagonal elements are equal to unity. അപ്പോൾ സ്കേലാർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആണെങ്കിൽ അതിന് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയും. ആദ്യത്തത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് പറയും. അത് 2x2 മെട്രിക്സ് ആണ്. രണ്ടാമത്തേത് 3x3 മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 ഓർ യൂണിറ്റ് മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് പറയും. അതിൻ്റെ ജനറൽ സിമ്പിൾ ഇതാണ് ഐ. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ സിമ്പിൾ ഐ എന്നാണ് യൂസ് ചെയ്യുന്നത്. ബോർഡിൽ 2 മെട്രിക്സസ് ഉണ്ട്. ഒന്ന് എയും മറ്റേത് ബിയും. ഈ എ എന്നുള്ള മെട്രിക്സിന് പ്രത്യേകതയുണ്ട്. അതിന് ഒറ്റ റോ മാത്രമേ ഉള്ളൂ, സിംഗിൾ റോ. അതേപോലെ ബി എന്നുള്ള മെട്രിക്സ് ഒറ്റ കോളം. ഇത് വെർട്ടിക്കൽ ലൈനാണ്, ഇത് ഹൊറിസോണ്ടൽ ലൈനാണ്. ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ റോ എന്ന് പറയും, വെർട്ടിക്കൽ ലൈൻ നമ്മൾ കോളം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒറ്റ റോ, ഇവിടെ ഒറ്റ കോളം. ഒറ്റ റോയുള്ള മെട്രിക്സ് എന്ന് പറയുന്ന പേരാണ് റോ മെട്രിക്സ്. ഇതിന് ഒറ്റ റോയുള്ള അതിന് റോ മെട്രിക്സ് എന്ന് പറയും. ഇതിനകത്ത് ഒറ്റ കോളമേ ഉള്ളൂ, ഒറ്റ കോളമേ ഉള്ളൂ, അതിന് കോളം മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. റോ മെട്രിക്സ് എന്താണ് ഈക്വാളിറ്റി ഓഫ് മെട്രിക്സസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തുനിന്ന് സാധാരണ 2 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം വരാറുണ്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ 2 മെട്രിക്സസ് ഈക്വൽ ആവാനുള്ള കണ്ടീഷനാണ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ്. ഈ 2 മെട്രിക്സസും ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്: 2ൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. അപ്പോൾ ഒരു എ എന്നുള്ള മെട്രിക്സ് 2x2 ആണെങ്കിൽ ബി എന്നുള്ള മെട്രിക്സും 2x2 ആയിരിക്കണം. അതുപോലെ എ എന്നുള്ള മെട്രിക്സ് 2x3 ആണെങ്കിൽ ബി എന്നുള്ള മെട്രിക്സും 2x3 ആയിരിക്കണം. അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നോക്കാം നമുക്ക്. എ എന്നുള്ളത് 2x2 മെട്രിക്സ് ആണ്. അപ്പം ബി ഒരു 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് 2 2x2 മെട്രിക്സസ് ആണ്. ഇനി ഈ 2 മെട്രിക്സസ് ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ എ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എലമെന്റ് ഇവിടെ 1 ആണ്. ബി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് ഇവിടെ 2 ആണ്. കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. സി അതിന് കറസ്പോണ്ടിങ് 3, ഡി അതിന് കറസ്പോണ്ടിങ് 4. കറസ്പോണ്ടിങ് എലമെന്റ്സ് എല്ലാം സെയിം ആയിരിക്കണം. അതായത് എയും 1ഉം ഈക്വൽ ആയിരിക്കണം. എ ഇസ് ഈക്വൽ ടു 1, ബിയും 2 ഈക്വൽ ആയിരിക്കണം, സിയും 3യും ഈക്വൽ ആയിരിക്കണം, ഡിയും 4ഉം ഈക്വൽ ആയിരിക്കണം. അതായത് 2 മെട്രിക്സസ് ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ അതിൻ്റെ കറസ്പോണ്ടിങ് അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം, പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും സെയിം ആയിരിക്കണം. അപ്പോൾ ഇതേപോലെ വരണം. അടുത്ത പ്രോബ്ലമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലമൊക്കെ ചോദിക്കാറുള്ളതാണ്. ഇവിടെ 2 മെട്രിക്സസ് ഈക്വലാണ്. ഈ മെട്രിക്സും ഈ മെട്രിക്സ് ഈക്വലാണ്. ഇതിന് 2 റോയും ഇതിന് 2 റോ, ഇതിന് 2 കോളം, ഇതിന് 2 കോളം. അപ്പോൾ റോയും കോളം ഒക്കെ സെയിം ആണ്. ഈക്വൽ ആവാനുള്ള കണ്ടീഷനൊക്കെ ഉണ്ട്. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? 2 മെട്രിക്സസ് ഈക്വൽ ആവാനുള്ള സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. അപ്പോൾ നോക്കാം. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് A+3 2, ഇത് രണ്ടുമാണ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. അത് 2 ഈക്വൽ ആവണം. അപ്പോൾ A+3 ഈസ് ഈക്വൽ ടു 2. ഈ 3 റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ A ഈസ് ഈക്വൽ ടു 2 - 3 ഈസ് ഈക്വൽ ടു -1. അപ്പോൾ എയുടെ വില നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ABC-യുടെ വാല്യൂയാണ് കണ്ടുപിടിക്കേണ്ടത്. എയുടെ വില കിട്ടി. ഇനി രണ്ടാമത്തത് ഈ 3A - 2B -7 + 2B, ഇത് 2 ഈക്വൽ ആയിരിക്കണം. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ 3A - 2B ഈസ് ഈക്വൽ ടു -7 + 2B. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആവണം. ഇതിൽ -7 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം, -2B റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. -2B റൈറ്റ് സൈഡിലും -7 ലെഫ്റ്റ് സൈഡിലും. അപ്പോൾ 3A + 7 എന്ന് കിട്ടും.
is equal to minus 2b left side right side പോകുമ്പോൾ 2b plus ഇവിടെ ഒരു 2b 3a എന്ന് പറയുന്നത് -1 ആണ് 3 into -1 plus 7 is equal to 2b plus 2b 4b ഇത് -3 ഇത് 7 -3 plus 7 അല്ലെങ്കിൽ 7 minus 3 4 is equal to 4b അപ്പോൾ b is equal to 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 1 അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി അപ്പോൾ എയുടെ വാല്യൂ കിട്ടി ബിയുടെ വാല്യൂ കിട്ടി ഇനി നമുക്ക് സിയുടെ വാല്യൂ കിട്ടണം അതിന് ഇത് നോക്കിയോ 3a minus സിയും b plus 4ഉം സെയിം ആയിരിക്കും കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് അപ്പോൾ 3a minus c is equal to b plus 4 എയുടെ വാല്യൂ -1 അപ്പോൾ 3 into -1 minus c is equal to ബിയുടെ വാല്യൂ 1 plus 4 ഇത് -3 minus c is equal to 5 ഈ minus c റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക 5 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക അപ്പോൾ -3 minus 5 is equal to c ഈ 5 ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ -5 ആവും അപ്പോൾ -3 minus 5 minus c റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് c ആവും -3 minus 5 -8 അപ്പോൾ c is equal to -8 അപ്പോൾ a b c യുടെ വാല്യൂ നമുക്ക് കിട്ടി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ എളുപ്പമാണ്